ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ലെജൻഡ്സ് ദാറ്റ് എക്കോ ട്രാവൻകൂർ സീരീസിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 51ാമത്തെ കഥയായ അമ്മന്നൂർ പരമേശ്വര ചാക്യാർ ആണ്. നമ്മൾ മലയാളി സിനിമാ പ്രേക്ഷകർ വളരെ എഡ്യൂക്കേറ്റഡും മച്യൂർഡും ആണെന്നൊക്കെയാണല്ലോ കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്നത്. സിനിമയുടെ കോർ എന്നത് അഭിനയ കലയാണല്ലോ. ബാക്കിയുള്ളതൊക്കെ അക്സസറീസ് മാത്രമല്ലേ. അഭിനയകല, അതാണ് ഇവിടുത്തെ വിഷയമെന്ന്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന നാടക പരമ്പരകളിൽ ഒന്ന് ഇന്ത്യൻ നാടക സിനിമാ പാരമ്പര്യങ്ങൾക്ക് അടിസ്ഥാനമായ കൂടിയാട്ടമാണ്. ആ കൂടിയാട്ടത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണ് അമ്മന്നൂർ പരമേശ്വര ചാക്യാർ. ഇദ്ദേഹത്തെയാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇന്ന് നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. 1820നും 1880നും ഇടയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് വിശ്വസിക്കപ്പെടും. കൂടിയാട്ടം കേരളത്തിൻ്റെ സമൃദ്ധമായ പാരമ്പര്യ കലകളിൽ ഏറ്റവും പ്രാചീനവും അതുല്യവുമായ ഒരു അവതരണ ശൈലിയാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഈ കലാരൂപം സംസ്കൃത നാടക പരമ്പരയും സ്വദേശിയായ കൂത്തുകലയും സംയോജിച്ച് വികസിച്ച ഒന്നാണ്. സംഘകാല സാഹിത്യങ്ങളിലും പുരാതന ശാസനകളിലും ഇതിൻ്റെ തെളിവുകൾ നമ്മൾക്ക് കാണാം. പിന്നീട് ചേര രാജവംശകാലത്ത് കുലശേഖരവർമ്മൻ ഇത് വികസിപ്പിച്ചു. കൂത്തമ്പലങ്ങളിൽ ആചാരപരമായി അവതരിപ്പിച്ചിരുന്ന കൂടിയാട്ടം കർശനമായ പരിശീലനത്തിനും സംരക്ഷണത്തിലുമാണ് തലമുറ തോറും നിലനിന്നത്. അഭിനയവും നൃത്തവും സംഗീതവും ആത്മീയ ആചാരങ്ങളും ചേർന്ന ഈ കലാരൂപം നേത്രാഭിനയവും ഹസ്തമുദ്രകളും ഉപയോഗിച്ച് കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. ഇന്ന് യുനെസ്കോ അംഗീകരിച്ച ലോക പൈതൃകമായും കേരളത്തിൻ്റെ സാംസ്കാരിക അഭിമാനമായും കൂടിയാട്ടം നിലകൊള്ളുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ എപ്പിസോഡിൽ നമ്മളിത് കൂത്തിനെക്കുറിച്ച് കേട്ടതാണല്ലോ. കേരള ടൈം സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംഘകാല കൃതികളെക്കുറിച്ചും കേട്ടതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ പിൻഗാമിയായി 1846 മുതൽ 1860 വരെ തിരുവിതാംകൂർ ഭരിച്ച ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു പുരോഗമനവാദിയും സാമൂഹിക പരിഷ്കർത്താവും വലിയ ഒരു കലാപ്രേമിയുമായിരുന്നു. നമുക്ക് ഒരു മിനിറ്റ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ടുള്ള ഭരണാധികാരികൾ എന്നും റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സഹോദരനായ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം ട്രാവൻകൂർ ചരിത്രത്തിൽ സാമൂഹികവും ഭരണപരവുമായ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടമായിരുന്നു. രാജാവായി അധികാരത്തിലെത്തിയതിനു ശേഷം സമൂഹത്തിലെ അനീതികളെ തിരുത്താനായി അദ്ദേഹം നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. പ്രത്യേകിച്ച് ദാസ്യവ്യവസ്ഥ പൂർണ്ണമായും റദ്ദാക്കിയത് മനുഷ്യരെ സ്വത്തുപോലെ കാണുന്ന സമീപനത്തോട് വിരാമമിട്ട ഒരു ചരിത്രപരമായ തീരുമാനമായിരുന്നു. അതോടൊപ്പം താഴ്ന്ന ജാതിക്കാർക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന വസ്ത്രധാരണ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇളവ് വരുത്തിയതിലൂടെ അവർക്ക് കൂടുതൽ മാന്യമായ ജീവിതം നയിക്കാൻ അവസരം ലഭിച്ചു. ഭരണ സംവിധാനത്തിലും വിദ്യാഭ്യാസത്തിലും വന്ന മാറ്റങ്ങൾ വഴി എല്ലാവർക്കും സമാനമായ അവസരങ്ങൾ ലഭിക്കുന്നതിനായി അദ്ദേഹം വഴിതെളിച്ചു. ഇതിലൂടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സൊസൈറ്റിയിൽ ആഴത്തിൽ കുടിയേറിയിരുന്ന അസമത്വങ്ങളുടെ വേരുകൾ ദുർബലമാക്കി. മനുഷ്യരുടെ മാനവും സ്വാതന്ത്ര്യവും മുൻനിർത്തിയ ഒരു പുതിയ സാമൂഹിക ദിശയിലേക്ക് ട്രാവൻകൂറിനെ നയിച്ചു. ഭരണ കാര്യക്ഷമത, അതായത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ തപാൽ സംവിധാനത്തെ വികസിപ്പിക്കുകയും രാജ്യത്ത് ആധുനിക ആശയങ്ങൾ പ്രചരിക്കാൻ വഴി തുറക്കുകയും ചെയ്തു. വൈദ്യശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും വലിയ തൽപരനായിരുന്ന രാജാവ് ആധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ കൊണ്ടുവന്നതിലൂടെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ശ്രദ്ധിച്ചു. കലയും സംസ്കാരവും പ്രോത്സാഹിപ്പിച്ചതിലൂടെ ട്രാവൻകൂർ ഒരു സാംസ്കാരിക കേന്ദ്രമായി വളരാനും അദ്ദേഹം സഹായിച്ചു. ഇങ്ങനെ സമൂഹ മാറ്റവും നവീകരണവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഭരണാധികാരിയായി
ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു കഥകളി യോഗമുണ്ടായിരുന്നു. അദ്ദേഹം നിരവധി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിദഗ്ധരായ കലാകാരന്മാർക്ക് പലർക്കും അദ്ദേഹം ചിലവിന് കൊടുത്ത് താമസിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കഥയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇനി കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമുക്ക് എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് കേൾക്കാം. വേഷത്തിൻ്റെ ഭംഗി കൊണ്ടും അഭിനയത്തിൻ്റെ തന്മയത്വം മൂലമായ ഗുണങ്ങൾ കൊണ്ടും അമ്മന്നൂർ പരമേശ്വര ചാക്യാരുടെ തുല്യനായ ഒരു നടൻ എക്കാലത്തും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം മൂഴിക്കുളത്തുള്ള സ്വഭവനത്തിലായിരുന്നുവെങ്കിലും തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഈ 3 രാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാർ, പ്രഭുക്കൾ, ധനവാന്മാർ മുതലായവർ അദ്ദേഹത്തിൻ്റെ വേഷവും ആട്ടവും കാണാനായി ക്ഷണിച്ചു വരുത്തി കൂടെ കൂടിയാട്ടം നടത്താറുണ്ടായിരുന്നു. കൊല്ലവർഷം 1036, അതായത് 1860 നാട് നീങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇളയ തമ്പുരാനായിരുന്ന കാലത്ത് തൻ്റെ സേവകനും പള്ളിയറ വിചാരിപ്പുകാരനുമായ ഈശ്വരപിള്ളയെ ആട്ടം അഭ്യസിപ്പിക്കാനായി ഈ ചാക്യാരെ തിരുവനന്തപുരത്ത് വരുത്തി താമസിപ്പിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ് ഇളയ തമ്പുരാനായിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് പൂജപ്പുര കൊട്ടാരത്തിൽ എന്നും കഥകളി പതിവായിരുന്നു. ഒരു ദിവസം കഥകളി കാണാൻ തിരുമനസിൻ്റെ അടുക്കൽ പരമേശ്വരി ചാക്യാരും ഉണ്ടായിരുന്നു. അന്ന് കാർത്തവീരാർജുന വിജയമായിരുന്നു കഥ. രാവണൻ്റെ കൈലാസോദ്ധാരണം കണ്ടിട്ട് തിരുമനസ്സുകൊണ്ട് ചാക്യാരോട് "എന്താ ചാക്യാരെ, കൈലാസോദ്ധാരണം നന്നായോ?" എന്ന് ചോദിച്ചു. അതിനു മറുപടിയായി ചാക്യാർ പറഞ്ഞു, "തരക്കേടില്ല, കൈലാസം കുറച്ചുകൂടി വലുതാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്" എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഉച്ചകഴിഞ്ഞ് മഹാരാജാവ് ചാക്യാരെ കൊട്ടാരത്തിൽ വരുത്തി കൈലാസോദ്ധാരണം ഒന്ന് ആടിക്കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. വേഷം കെട്ടാതെ ആടുന്ന കാര്യത്തിൽ കുറച്ച് മടിയുണ്ടായിരുന്നുവെങ്കിലും കൽപ്പന അനുസരിക്കാതിരിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച ചാക്യാർ ഉടൻ തന്നെ 2ാം മുണ്ട് അരയിൽ മുറുക്കിക്കെട്ടി ആട്ടം ആരംഭിച്ചു. തലേ ദിവസം താൻ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ പരീക്ഷണമാണ് ഇത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ആട്ടം കാണാൻ കൊട്ടാരവക കളിയോഗത്തിലെ എല്ലാവരും, സേവകരും അമ്മച്ചിയും അവിടെ ഉണ്ടായിരുന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ തിരുമനസിൻ്റെ ഭാര്യയോ അമ്മയോ ആകാം, അതിവിടെ കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്നാലും ആ സ്ഥാനത്തുള്ളവർ ഉണ്ടായിരുന്നു. ചാക്യാരുടെ ആട്ടം കേമമായി എന്നുള്ളത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആട്ടം കണ്ട് വിസ്മയകുലയായ അമ്മച്ചി, "അമ്പമ്പോ, കൈലാസപർവ്വതം ഇത്ര വലുതായിരുന്നു! ഇന്നലെ ആടിക്കണ്ടപ്പോൾ അത് ഏകദേശം നമ്മുടെ വേളിക്കുന്നിൻ്റെ അത്ര ഉണ്ടായിരുന്നു എന്ന് കരുതിയുള്ളൂ" എന്ന് പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് ഉടനെ തന്നെ രക്തം പതിപ്പിച്ച ഒരു മോതിരം ചാക്യാർക്ക് സമ്മാനിക്കുകയും ആട്ടത്തിൽ അതിവിദഗ്ധരാണെന്ന് കരുതി സ്വയമേവ അഭിമാനിച്ചിരുന്ന കൊട്ടാരമക കഥകളി യോഗക്കാരെല്ലാം അപ്പോൾ തന്നെ ലജ്ജിക്കുകയും ചെയ്തു. പരമേശ്വര ചാക്യാർ കൽപ്പന പ്രകാരം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം പകല് വെയിലാറിയ ശേഷം കാറ്റ് കൊള്ളാനായി കടപ്പുറത്തേക്ക് പുറപ്പെട്ടു. കടപ്പുറത്തെത്തിയപ്പോൾ അവിടെ നാട്ടുകാരായിട്ടും യൂറോപ്യന്മാരായിട്ടും മറ്റും വളരെയധികം ആളുകൾ കാറ്റ് കൊള്ളാനായി വന്നുകൂടിയിരുന്നു. അക്കൂട്ടത്തിൽ റെസിഡൻറ്റ് സായിപ്പും മദാമിയും അവരുടെ വാത്സല്യഭാജനമായ ഒരു പട്ടിയും ഉണ്ടായിരുന്നു. ആ പട്ടി സായിപ്പോ മദാമിയോ പറയാതെ ആരെയും കടിക്കാറില്ലെങ്കിലും വലിയ സിംഹത്താനെ പോലെ ഇരിക്കുന്ന ഭയങ്കര മൂർത്തിയായ അവനെ കണ്ടാൽ ആരും ഭയപ്പെട്ടിരുന്നു. കടിക്കാനല്ലെങ്കിലും പട്ടി കാണുന്നവരുടെ എല്ലാം അടുക്കൽ മണത്ത് ചെല്ലുക പതിവായിരുന്നു. ആ പതിവ് പോലെ ചാക്യാരുടെ അടുത്തേക്കും ചെന്നു. ചാക്യാർ വല്ലാതെ ഭയപ്പെട്ട് "പട്ടി പട്ടി" എന്ന് ഉറക്കെ വിളിച്ചു. അനുവാദം കൂടാതെ അത് കടിക്കയില്ല എന്ന നിശ്ചയമുണ്ടായിരുന്നതിനാൽ പട്ടിയെ തിരിച്ചു വിളിക്കാതെ സായിപ്പും മദാമയും ചാക്യാരുടെ പരിഭ്രമം കണ്ട് ചിരിച്ചു നിന്നതേയുള്ളൂ. പിന്നെ ഗത്യന്തരമൊന്നുമില്ല എന്ന് കണ്ട ചാക്യാർ കുനിഞ്ഞ് അവിടെ നിന്നൊരു കല്ലെടുത്ത് പട്ടിയെ ലക്ഷ്യമാക്കി ഒരൊറ്റയേറ് കൊടുക്കുന്നതായി അഭിനയിച്ചു. വാസ്തവത്തിൽ എറിഞ്ഞതായി നടിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എങ്കിലും ഏറുകൊണ്ടതായി തോന്നുകയാൽ പട്ടി ഉറക്കെ നിലവിളിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. പട്ടിക്ക് ഏറുകൊണ്ടതായി തന്നെ തോന്നുകയാൽ സായിപ്പും മദാമയും അത്യന്തം കുപിതരുമായി തീർന്നു. ഈ അക്രമം പ്രവർത്തിച്ച ആൾ ആരാണെന്ന് സായിപ്പ് തൻ്റെ അടുക്കലുണ്ടായിരുന്ന ചിലരോട് ചോദിക്കുകയും ആ മനുഷ്യൻ കൽപ്പനപ്രകാരം വന്ന് താമസിക്കുന്ന ഒരു ചാക്യാരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കൽപ്പനപ്രകാരം വന്ന് താമസിക്കുന്ന ആളാണെങ്കിൽ ഈ വിവരം തിരുമനസിനെ അറിയിക്കുക തന്നെ ചെയ്യാമെന്ന് കരുതി സായിപ്പും മദാമയും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് കടൽക്കാറ്റ് കൊള്ളുന്നതിനായി കടപ്പുറത്ത് ബംഗ്ലാവിൽ എഴുന്നള്ളിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ സായിപ്പ് മദാമ അവിടെ ചെന്ന് വിവരം തിരുമനസിനെ അറിയിച്ചു.
ഉടൻ ചാക്യാരെ തിരുമുമ്പാകെ വരുത്തി കൽപ്പിച്ചു ചോദിച്ചപ്പോൾ ചാക്യാർ ഉണ്ടായ വാസ്തവമെല്ലാം അറിയിച്ചു. എറിഞ്ഞില്ലെന്ന് പറയുന്നത് ശുദ്ധ വ്യാജമാണെന്നും നാട്യം കണ്ട് തങ്ങളുടെ പട്ടി ഒരിക്കലും ഭയപ്പെടുകയില്ലെന്നും സായിപ്പും മദാമയും വാദിച്ചു. ഇതിനെന്താണ് സമാധാനമെന്ന് കൽപ്പിച്ചു ചോദിച്ചപ്പോൾ ചാക്യാർ പറഞ്ഞു, വാസ്തവം സായിപ്പിനെ ബോധ്യപ്പെടുത്താമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്വൽപ്പം പിന്നോക്കു മാറി താണ് നിന്ന് അവിടെ കരിങ്കല്ല് കൊണ്ടിട്ടിരുന്ന ഒരു നടക്കല്ല് വളരെ പ്രയാസപ്പെട്ട് കുലുക്കി ഇളക്കിയെടുത്ത് സായിപ്പിന്റെ തലയിലേക്കിട്ടതായി ഒരു നാട്യം കാണിച്ചു. ആ കല്ല് തൻ്റെ തലയിൽ വീണു എന്ന് തോന്നിയപ്പോൾ സായിപ്പ് അയ്യോ എന്ന് ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവിടെ മറിഞ്ഞു വീണു. കല്ല് സായിപ്പിന്റെ തലയിൽ വീണു എന്ന് തോന്നിപ്പോവുകയാൽ മദാമിയും ഏറ്റവും പരവശയായി തീർന്നു. വീണിട്ട് വളരെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് സായിപ്പിന് ബോധം വന്നത്. ബോധം വീണ് എണീറ്റിരുന്ന് കുറച്ച് വെള്ളം കുടിക്കുകയും തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുകയും കുറച്ചുനേരം കാറ്റേൽക്കുകയും ചെയ്തതിന് ശേഷം സായിപ്പ് സംസാരിച്ചുള്ളൂ. സായിപ്പ് പിന്നെയും തലയിൽ തപ്പി നോക്കി. കല്ല് തലയിൽ വീണില്ലെന്ന് തീർച്ചപ്പെടുത്തിയ ശേഷം നമ്മുടെ പട്ടിക്കും ഏറുകൊണ്ടില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഇത്രയും അഭിനയ സാമർഥ്യമുള്ളൊരു മഹാൻ ഇവിടെയുള്ളത് കേരളത്തിന് അഭിമാനകരം എന്ന് പറഞ്ഞു. വാസ്തവം അറിയാതെ ഈ മഹാന്റെ പേരിൽ മഹാരാജാവിൻ്റെ അടുക്കൽ പരാതി അറിയിച്ചതിന് വ്യസനിക്കുകയും ചാക്യാരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു കൊള്ളുന്നു എന്ന് പറയുകയും ചാക്യാർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും നേരം വൈകിയതിനാൽ എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞ് പിരിയുകയും ചെയ്തു. ആ സമയത്ത് മുമ്പ് ഓടിപ്പോയ പട്ടിയും തിരിച്ചു വന്നു. സായിപ്പിനും മദാമയ്ക്കും വളരെ സന്തോഷമായി എന്നുള്ളത് പറയണമെന്നില്ലല്ലോ. ഇതാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അമ്മന്നൂർ ചാക്യാരുടെ അഭിനയകലയെ പ്രകീർത്തിക്കുന്നതിനായി നമ്മൾക്കായി എഴുതി വച്ചിരിക്കുന്നത്. ഈ കഥ നമ്മോട് പറയുന്നത് വെറുമൊരു സംഭവമല്ല. അമ്മന്നൂർ പരമേശ്വര ചാക്യാർ പോലെ ചിലർ അവരുടെ കല കൊണ്ട് കാലത്തെയും പേരിനെയും കടന്ന് ഇന്നും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഥയിലൂടെ നമ്മൾ കേട്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതമല്ല, ഒരു കലയുടെ ആത്മാവാണ്. ഇനിയും ഇത്തരത്തിലുള്ള കഥകളും സംസ്കാരത്തിൻ്റെ ശബ്ദങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായി ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റ് തുടരും. അമ്മന്നൂർ കുടുംബം നൂറ്റാണ്ടുകളായി കൂടിയാട്ടത്തിൻ്റെ സംരക്ഷകരായ പാരമ്പര്യ കുടുംബമാണ്. തലമുറകളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഗുരുകുല പരമ്പരയിലാണ് ഈ കലാരൂപം നിലനിന്നത്. ഇന്ന് ഇരിങ്ങാലക്കുടയിലെ അമ്മന്നൂർ ചാക്കോ ചാക്യാർ സാംസ്കാരിക ഗുരുകുലം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ഈ കുടുംബം ഇപ്പോഴും പുതിയ തലമുറയ്ക്ക് കൂടിയാട്ടം പഠിപ്പിക്കുകയും പരമ്പരാഗത രീതികൾ അതേപടി സംരക്ഷിച്ചുകൊണ്ട് തുടരുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിൻ്റെ സമർപ്പണവും അധ്വാനവും കൊണ്ടാണ് ഇന്നും കൂടിയാട്ടത്തിൻ്റെ ആ പുരാതന പ്രകാശം അണഞ്ഞു പോകാതെ ലോകമൊട്ടാകെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.